ഇന്ന് ഒരു റാപ്പർ ഗസ്റ്റ് ഉണ്ടല്ലോ അവിടെ. എന്താ പേര്? റാപ്പർ ഫൈസലോ? ഇതെന്താ? റാപ്പർ ഫൈസലും റാപ്പർ റിസ്വാനും റാപ്പർ അജ്മലും ഇറങ്ങിയിട്ടുണ്ട്. ഇവർ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ കുറച്ച് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എവിടുന്നാ വരുന്ന ഫൈസല്? എന്നിട്ട് സുഖല്ല? ഇതെന്ത് തോന്നുന്നു? എന്താണ് മനസ്സിലായി? റാപ്പർ എന്ന് പറയുമ്പോ കുറച്ച് ലൗഡ് ആയിരിക്കണ്ടേ? നിങ്ങളെന്താ കുറച്ച് സൈലന്റ് ആയി പോയ? ആദ്യമായിട്ട് കാണുന്നുണ്ടോ? സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട്. ആണോ? അപ്പൊ ഇതൊരു സ്റ്റേജാന്ന് വിചാരിച്ചാ മതി. അപ്പൊ നിങ്ങളെ റാപ്പർ കഴിവുകൾ പുറത്തെടുക്കാൻ 5 മിനിറ്റ് സമയം തരുന്നതാണ്. സ്റ്റാർട്ട്. ഏതാണ്? ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തത്. സ്വന്തമായിട്ട് ബീറ്റ് സ്വന്തമായിട്ട് തന്നെ. ഇവിടെ റിലീസ് ചെയ്യാന്നോ? റിലീസ് ചെയ്യാവുന്നതോ ഓൾറെഡി റിലീസ് ചെയ്തോ? ഇല്ലില്ല, ഞാൻ റിലീസ് ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ടച്ച് ഒന്നുമില്ല. അപ്പൊ ഇത് യൂട്യൂബ് ഒന്നും ഇല്ലേ? യൂട്യൂബ് ഉണ്ട്. നമ്മൾ കോമഡി കണ്ടന്റ്സ് ആണ് അതിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പൊ പാടിയോ? ബീറ്റ് ബീറ്റ് ഇട്ടല്ലോ. പറഞ്ഞില്ലടാ, ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ. എന്തായിരുന്നു ബീറ്റ്? ഏതായിരുന്നു? ഇതില് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? ഫോണിൽ കണക്ട് ചെയ്യല് നീ അത് കുറച്ച് അടങ്ങാറാ. വൈഫൈയിലും കണക്ട് ചെയ്യണം. ഇവിടുത്തെ വയറ് കുത്തണം, ഡിവൈസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. കുറച്ച് പാടാ. ഇവിടെ ഉള്ള ഫോൺ മാത്രം ഇവിടെ കണക്ട് ആവും. നിങ്ങൾക്ക് ബീറ്റ് വാട്സാപ്പിൽ ഏതെങ്കിലും അയക്കാൻ പറ്റുമോ? ഇല്ല, എന്റെ പെൻഡ്രൈവ് അവിടെ ഒരു മിസ്സായി. അതാണ്. പെൻഡ്രൈവ് കുത്താനും ബുദ്ധിമുട്ടായി. പുറത്തുള്ള പെൻഡ്രൈവ് കുത്തിയ സീന. ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും ബീറ്റ്. അല്ലെങ്കിൽ ഇത് ഏതിലാ ബീറ്റ് ഉള്ളത്? ഫയലിൽ കിടപ്പുണ്ട്. ഫയലില്ല. എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലേ? എയർ ഡ്രോപ്പ് ചെയ്താൽ മതി. ഇല്ലേ ഇല്ലേ നാനും ഇല്ലേ ഇല്ലേ നാനും റാംബോ അറസ്റ്റഡോ? ബജ്ജി കട്ട് വന്നിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എടാ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയാ പറയാൻ പറ്റില്ല. ഈ ചാറ്റ് പറയുന്ന നടക്ക് സത്യാലുണ്ട്. ഒന്ന് വിളിച്ചു നോക്കിയടാ. ഒന്ന് റാംബോനെ വിളിച്ചേ. ബജ്ജി കട്ട് മൈ വോയിസ് ടാഗ് 20 rupees സൂപ്പർ ചാറ്റ്. തന്റെ ഷെമീർ ഫുൾ ബോഡി ഷേമിങ് എൽ ബിഹേവിയർ എന്താ ഷെമീറ? എൽ ബിഹേവിയർ എന്നിട്ടുണ്ട് നിന്റെ ബോഡി ഷേമിങ്ങിന്. നിത ഇനി ഫിദന്റെ സെക്കൻഡ് അക്കൗണ്ട് ഇരിക്കോ? അല്ല അല്ല, നിത പറയുന്നതിൽ ചെറിയ കാര്യമുണ്ട്. നീ ബോഡി ഷേമിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ആകേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ മലയാളികളല്ല എന്നുള്ളതാണ്. പക്ഷെ മലയാളികളെ ചെയ്തു. നീ നേരത്തെ മറ്റേ മലയാളികളെ ബോഡി ഷേവ് ചെയ്തു. അത് മിസ്റ്റേക്കാണ് ഗൈസ്. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുള്ള മലയാളികള്, അതായത് നമ്മൾ പൊതുവെ ബോഡി ഷേം ചെയ്യുന്നത് ഓക്കെയാ. അത് അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളതിൽ അതില് ആരും ഹേർട്ട് ചെയ്യുന്നില്ല നമ്മള്. അതായത് ഹിന്ദിക്കാരെ നോക്കിയിട്ട് മമ്മ മുഖത്തി, ജാസി മുഖത്തി, പല്ലി മുഖത്തി എന്നെല്ലാം പറയുമ്പോ അവർക്കത് മനസ്സിലാവില്ല. അത് തെറ്റല്ല, ശരിയാ. അവർക്കത് ഹേർട്ടായി കാത്തോണ്ട് ആർക്കും മുറിവേൽപ്പിക്കാത്ത ഒരു ഫണ്ട്. ഓക്കെ. മലയാളികളെ മുന്നിൽ നിന്റെ ഓർമ്മയിൽ ഞാൻ എന്താ ഇതാക്കണം? നീ അങ്ങനെ ഡിഫെൻഡ് ചെയ്യല്ല ഷെബീറ. തെറ്റ് ചെയ്തിട്ട് സംഭവിക്കുക. തെറ്റ് അല്ല, ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല. തെറ്റ് ചെയ്തിട്ട് സംഭവിക്കുക. അത് ആരായാലും. എനിവേസ് ഇല്ല ഷെമീർ ആയിക്കൊണ്ട് ഞാൻ അങ്ങനെ അളവ് എടുക്കുന്ന അങ്ങനെയൊന്നുമില്ല. പറഞ്ഞ ഉള്ള കാര്യം ഞാൻ ഉള്ളവരെ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഓക്കെ. സിബിൻ അബ്ദുൽ ഖാദർ ടാങ്ക് 20 rupees സൂപ്പർ ചാറ്റ്. ബ്രോ വഴിയിൽ ഉണ്ടായിരുന്നു, വന്നാൽ കാണാൻ പറ്റുമോ? ഇപ്പൊ ഇനി ലൈവ് എന്ത് ചെയ്യാനാടാ? ഇപ്പൊ ഇനി വന്നിട്ട് കാര്യമില്ല. ABC 7.29 സൂപ്പർ ചാറ്റ്. ലൈഫ് പ്രോബ്ലം ആണ്. സൂപ്പർ ചാറ്റ്സ് ഒന്ന് നോക്കോ തൊപ്പി. ഇതെന്താ നീ എന്താ ഇട്ടത്? അപ്പൊ കാണുന്നില്ല. മമ്മു പഴയ പോലെ പവർ ആണെന്ന് പറഞ്ഞു. ജാസി റിസിസ്റ്റ് ചെയ്യട്ടെ. തൊപ്പി ഷിപ്പിലിരുന്ന് സ്ട്രീം വാച്ച് ചെയ്യണേ ഫ്രം ഷിപ്പ് നടന്നു. എന്റെ മോനെ ഉള്ള തന്നെ അതല്ലോ, ഉള്ള അല്ലോടാ. ചിഞ്ചുന്റെ ബർത്ത്ഡേ ആണ് വിഷയം. ഹാപ്പി ബർത്ത്ഡേ ചിഞ്ചു. ഇക്ക സ്ട്രീം അവസാനം ഓർമ്മിക്കാൻ ഡിസൈൻ കാണിക്ക പ്ലീസ്. എടാ മിക്കൂസ് ലൈവിന് റൈഡ് കൊടുക്കണം. ഇത് തീരുമ്പോ ഇത് കഴിഞ്ഞ് നമ്മള് ലൈവ് എൻഡ് ചെയ്യാൻ പോകും. അപ്പം മിക്കൂസ് ലൈവിന് റൈഡ് കൊടുക്കണ വേണ്ടി ചാറ്റ് പറ. ഓക്കെ. അയച്ചോ? എവിടെ?
ഞെക്കിക്കോ. അല്ല അത് എയർ ഡ്രോപ്പിൽ ഓക്കെ. ഇതല്ലേ ഓ ആ സെക്കൻഡാ. റെഡി റെഡി. ഷെമീറിനല്ല മൈക്ക് അതെന്താ പിന്നെ മൈക്ക് സൗണ്ട് എന്ന് പറഞ്ഞ എല്ലാരും മൈക്ക് സൗണ്ട് എന്ന് പറഞ്ഞ എല്ലാരും തൊപ്പി. ഇതെന്താ നീ എന്താ ഇട്ടത്? അപ്പൊ സൗണ്ടില്ലടാ. അതെന്താ അങ്ങനെ? ഞാൻ മൈക്ക് എടുത്ത് അതാരാ അങ്ങനെ വെച്ചെന്ന്? നന്നായിട്ടുണ്ട്. ഇതിങ്ങനെ കൊടുത്താൽ മതി, ഇങ്ങനെ പാടിയാലേ കിട്ടുന്നു. ഹലോ ചാറ്റ് ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ ചെക്ക് ഓക്കെ അല്ലേ? ready chat. ഹലോ കടിച്ച പാമ്പിനേക്കാൾ വിഷമുള്ള ജന്തുജാലം, കടിച്ച മർത്തി കൂറുമാറി നിന്ന പത്തുകാലം, വിധിച്ച കുട്ടിക്കാലം ഇന്നു നിന്റെ ഓർമ്മ മാത്രം, കുതിർത്തു മാറ്റിടല്ല ഒപ്പമുള്ള നീടൽ മാത്രം, വിതുമ്പി നിന്ന കാലം എത്രയോ കടന്ന് മുന്നിൽ, എടുത്ത ഭാരമെല്ലാം കാട്ടി പോലെ മാനുനെഞ്ചിൽ, കളിച്ച നാടകം കുഴഞ്ഞു വീണ ഭൂതകാലം, ഇടിച്ച രോദനം വിളമ്പി തന്ന കൈകൾ മാത്രം, അടിച്ച് മെതിച്ച് ഹൃദയങ്ങൾ നിലച്ച്, ഒടച്ച് കുടിച്ച് മനുഷ്യരോ കിളച്ച്, നുളഞ്ഞ് കരങ്ങളോ പതിച്ച്, അറാടുവാൻ സ്വന്തം പിറപ്പിനെ ചതിച്ച്, പിഴച്ച കാലത്തിനപ്പുറമോ തുലച്ച്, വലിച്ച് മുറുകി ശിരസുകൾ തുലച്ച്, ഭാവത്തിൽ ഒഴിവനം തള്ളങ്ങളോ തകർത്തും, മുൻജന്മ ശത്രു നിലകളിൽ അവൻ ഉറച്ചു. നടിച്ച കാലം പുഴരിക്കുന്നു ദേഹം, തുളച്ച ദ്രോഹം വിളനാശിച്ച കാലം, കയ്യുക്കിൻ വെള്ളമുള്ള ഉരുക്കിന്റെ അധ്വാനം, വിളകൾ തുലച്ചോ നീ അത്തിപ്പനം കേമം, ഉലകം ചുറ്റും അന്ന് നിലപാട്, ഉയർന്ന വേഷത്താലോ ഇന്ന് നിന്റെ വാക്ക്, നുണകൾ പുലമ്പാതെ അടിച്ചങ്ങ മറുത്താതെ, നിലയ്ക്കാൻ വിധിക്കാത്ത സ്വപ്നം കൊണ്ടുയർന്നാട്ടെ, താരമില്ല താരമാകുമെന്ന് തോന്നിയ ചിന്താഗതികൾ, എന്റെ സ്വപ്നഭൂമിയിലോ നിൻ കരങ്ങൾ അനുപതിച്ച്, ഉയരും വേട്ടയാട എൻ കരാള് കീറി മുറിച്ച്, കൈ കാല് നോക്കി നീ ചിരിച്ചു മുൻമറന്നു, നേട്ടമെന്തുമാകാം നീ ശ്രമിക്കും മുന്നിലോട്ട്, അടച്ച തോൽവിയെല്ലാം നീ ധരിക്ക് ഉള്ളിലോട്ട്, വിളമ്പി തന്നതാന കർമ്മത്തിലോ നീ സ്മരിക്ക്,
ജീവിതം നിലച്ചതായി നീ തിരിത്ത് തോറ്റാലും ജയിച്ചാലും മുഴുവനട നിലം പലതാവം ഉറപ്പിക്കുക അടിസ്ഥാനം സ്വരങ്ങളെ മാറ്റട ഉയരില്ലതാ ഉയരത്തിലൊന്ന് പറക്കാനെ ഒരുങ്ങട അറടി മണ്ണിൽ മറയുമടാ നീ ഗണിച്ച സ്വത്തെല്ലാം തിരിയുമടാ അന്ന് നീ കാണും ദുനിയാവ് മറക്കുമടാ കൊച്ചു കഥകൾ പറഞ്ഞവർ പിരിയുമടാ കൽവിലുള്ളിലെത്തിയാണ് കന്നി ചൊല്ലിട നിന്റെ നാവ് പോലെ നീ വെറുക്കും വർത്തമാനം ചറ്റക്കുടിലാടോ എന്റെ ഈ കൊച്ചു വേഷം വീർപ്പിടിച്ച് ഞാൻ നടക്കും മുന്നിലോട്ട് റാപ്പറന്ന് ഉയരത്തില നില കൊണ്ടു തന്നെയട കളിക്കുന്നടാ വെച്ച പിച്ച വിധി തിരിക്കുമടാ ഒരു നാൾ ഞാൻ വിധിയെ ചൊല്ലി തീർക്കുമടാ മുത്തേ എടാ മോനെ. എടാ സീന്. എന്റെ പേര് പറഞ്ഞ എടേ ഫൈസൽ. നിന്റെ ആർട്ടിസ്റ്റ് നെയിം എന്താ? എന്റെ 2K റാപ്പർ ഇൻസ്റ്റയില്. എടാ എന്നാ പിന്നെ ആർട്ടിസ്റ്റ് നെയിം വേണം പറയാൻ. ആദ്യം ഒരു ഒരു റാപ്പർ ആദ്യം പരിചയപ്പെടുത്തുമ്പോ ആർട്ടിസ്റ്റ് നെയിമേ പറയാൻ പറ്റും, റിയൽ നെയിം പറയാൻ പറ്റില്ല. ഇവൻ ഫൈസൽ എന്നെല്ലാം പറഞ്ഞ നമ്മള് ഫുള്ള് കോമഡി തമാശ. വിലയിരുത്തി ഇവൻ ഫെജോ 2.0, ഇത് ഫെജോന്റേത്. സത്യം വേറെ പാട്ടുകളുണ്ട് വേണമെങ്കിൽ. കമോൺ ഇതല്ല മുത്തേ. ഒരു 10 ആള് വരുമ്പോ ഒരാളടുത്ത് ഇങ്ങനെ കിട്ടുന്നുള്ളൂ. ഒരു W കഴിവുള്ള ഞങ്ങളുടെ കാര്യം പറയല. ചെടിയിൽ മുങ്ങിക്കിടക്കും. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ ഇപ്പൊ റിലീസ് ചെയ്യാത്തതൊന്നും? നമുക്ക് അതിനുള്ള ആൾക്കാരെ റിലീസ് ചെയ്യാൻ ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല. റിലീസ് ചെയ്യാൻ വളരെ ചെറിയ പരിപാടിയാണ്. ഹെൽപ്പ് ചെയ്യണോ? ചെയ്തതിനാ നല്ല അൽഹംദുലില്ലാ. അല്ല വീഡിയോ ഒന്നും ഇറക്കണമെന്നില്ല. എടാ സോങ് റിലീസ് ചെയ്യാൻ വേണ്ടി വീഡിയോ ആക്കേണ്ട കാര്യമില്ല, ഓഡിയോ ലോഞ്ച് ചെയ്യണം. ഞാൻ സെറ്റാക്കി തരാം. ആ എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ഇവിടെ കൊച്ചിയിൽ ഇടക്കിടക്ക് വരുന്നതാണോ? ഇല്ല, എന്റെ വീട്. മോനെ നീ ഇപ്പൊ പാടിയ ട്രാക്കെല്ലാം നല്ല സാധനമാണ്. ഇതെല്ലാം നീ എന്തിനാ ഈ ഒളിപ്പിച്ചു വെക്കുന്നത്? ഇതിപ്പോ ആദ്യമായിട്ട് ആൾക്കാർ കേൾക്കുന്നത് എന്റെ ലൈവിൽ കൂടിയാ. അതെ, അല്ല ഞാൻ ഇങ്ങനെ സ്റ്റേജ് ഷോയിൽ ഇങ്ങനെ പാടും. സ്റ്റേജ് ഷോയിൽ ഈ പാട്ടെന്നെ പാടും. ഓ ഇത് തന്നെ. പിന്നെ വേറെ ഒരു 2-3 സോങ് കൂടി ഉണ്ട്. ഞാൻ സ്വന്തമായിട്ട് തന്നെ എഴുതിയത് തന്നെയാണ്. ഇത് നീ പൊത്ത സ്വന്തമായിട്ട് എഴുതിയോ? ഓ എല്ലാം സ്വന്തമായിട്ട് തന്നെ എഴുതിയത്. ഞാൻ കിടിലം വരികള്, കിടിലം വരികള്, കിടിലം ബീറ്റ്, സൗണ്ട്, എനർജി, പൊളി സീൻ സാധനം. കാര്യം പറയാ, സീൻ സാധനം. സപ്പോർട്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് എടാ സോങ് നമുക്ക് റിലീസ് ചെയ്യാം. പിന്നെ നിന്റെ ഇത് പറ, ഹാൻഡിൽ പറ. എന്റെ യൂട്യൂബ് നമ്മ എല്ലാവരും കൂടി കോമഡി കണ്ടന്റ് ഇടുന്നതാണ്. അമീർ അമീർ എന്ന് പറഞ്ഞിട്ട്. നിന്റെ മ്യൂസിക് എവിടെ കേൾക്കാൻ പറ്റും? എന്റെ മ്യൂസിക് ഇൻസ്റ്റയിലാണ് ഞാൻ ഇടുന്നത്. 2K റാപ്പർ. ഇൻസ്റ്റ ഗൈസ്, ഞാൻ ചെക്കന്റെ ഇൻസ്റ്റ ചാറ്റിൽ പിൻ ചെയ്യാം. 2K റാപ്പർ ഇതാണോ ആദ്യം കിടക്കണ ഫസ്റ്റ് അല്ലേ? ഓ എവ്രിബഡി ഞാൻ ഫോളോ അടിക്കട്ടെ. എവ്രിബഡി ഇൻ ദ ചാറ്റ് മസ്റ്റ് സപ്പോർട്ട് ഗൈസ്, മസ്റ്റ് സപ്പോർട്ട്. ദ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാരും കയറി ഫോളോ ചെയ്യുക. എല്ലാരും കയറി ഫോളോ ചെയ്തോ. Come on, let's go. One more song. ഇത് വായിച്ചു നോക്കിയാ മലയാളം റാപ്പർ സോങ് ഒരു വട്ടം കൂടി ശ്രമിക്കാൻ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഇന്ധനമാണ് അപമാനം. ഓ സീൻ ചെക്കൻ തീ. എടാ എല്ലാരും എടാ നിക്ക്, ഇവനൊരു പാട്ടും കൂടി പാടും. ആ പാട്ട് പാടി തീരുമ്പോഴേക്ക് എല്ലാരും കയറി ഫോളോ അടിച്ച് പൊളിച്ച കാണാം. ഓക്കെ, എല്ലാരും കയറി ഫോളോ അടിച്ചോ. ഇൻസ്റ്റയില് _2K റാപ്പർ _. ഓക്കെ, ഞാൻ ലിങ്ക് ചാറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി ഫോളോ അടിക്കും. ഓക്കെ, സപ്പോർട്ട് എവരിബഡി. കമോൺ ബാബാ, അടുത്ത പാട്ട് അയച്ചോ. എടാ എന്നിട്ട് നീ നിന്നെ കുറിച്ച് പറ. ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഗേൾഫ്രണ്ട് ഒന്നും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വാപ്പ ആണ് ഉള്ളത്. വാപ്പ ഗൾഫിലാണ്. ഉമ്മച്ചി ഗൾഫിലാണ്. ഉമ്മച്ചി ഉണ്ടായിരുന്ന ഡിവോഴ്സ് ആയി ഇപ്പൊ. അപ്പൊ ഇപ്പൊ നീ വീട്ടിലൊറ്റക്കാ? അല്ല ഞാൻ സിബ്ലിങ്സ് ഉണ്ടോ? സിബ്ലിങ്സ് മീൻസ് ഒരനിയനുണ്ട്. പേര് ആഷിഖ്. അവൻ നിങ്ങൾ രണ്ടുപേരാ? രണ്ടുപേര്. അവൻ വാപ്പിച്ചിയുടെ വീട്ടിൽ നിന്നിട്ട് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ നീ ഇപ്പൊ എവിടെ താമസം? ഞാനിപ്പോ ട്രിവാൻഡ്രത്ത് സ്റ്റിൽ. ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. പിന്നെ കൂട്ടുകാരന്മാരുണ്ട്. ഞങ്ങൾക്ക് കൂടി ഇങ്ങനെ കോമഡി കണ്ടന്റ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു.
ഫെയിൽഡായി. ഒന്നുകൂടെ ആയത്. ഫെജോന്റെ സോങ് പാടുവോ? ഫെജോന്റെ സോങ് പാടും. നീ നിന്റെ പാട്ട് പാടണ്ട, ഫെജോന്റെ പാട്ട്. ഏതെങ്കിലും ഒന്ന് അറിയാവുന്ന ഏതാ പറഞ്ഞോ. പക്ഷെ എനിക്കത് ഫുൾ അറിയാൻ പാടില്ല. ഇതിന്റെ അറിയുന്ന പോലെ പാടിയാ മതി. ഏതാ? തെരുവിന്റെ കലാകാരൻ ഇല്ലേ? തെരുവിന്റെ കലാകാരൻ ഏതോ പാട്ട് എല്ലാവർക്കും അറിയുന്ന പാട്ട് അതെല്ലാവർക്കും അറിയാം. ഞാൻ തെരുവിന്റെ കലാകാരനാന്ന് പറഞ്ഞിട്ടുള്ള ആണോ? ഇതാണോ? ഓ അതന്നെ. ആ കരോക്കെ അല്ലേ? കാര്യമൊക്കെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ റാപ്പ് എന്ന് പറഞ്ഞിട്ട് ടെക്നിക്കൽ പെർഫെക്ഷൻ ഒരു വീഡിയോയിലും നിനക്ക് ചെയ്യാൻ പറ്റുക. നിനക്ക് വേറെ എന്തെങ്കിലും പറയണ്ട. നിനക്ക് റാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കലും അവരെ എന്റർടൈൻ ചെയ്യലും പോരാത്തതിന് ഉത്ഭവിക്കാൻ കൂടിയാണോ? എന്നിട്ട് എന്ത് ചെയ്യും? പ്രഷറൊക്കെ എന്ത് ചെയ്യും? ശ്രമിച്ച് അധ്വാനിച്ചുകൊണ്ട് ഈ പറഞ്ഞ റീച്ചൊക്കെ താനേ വരും. ആദർശം പറഞ്ഞത് വേറെ തെരുവിലോട്ട് ഇറങ്ങിയോ അവര് വരും നിനക്ക് ഉണ്ണാൻ കൊടുക്കാനുള്ളതാണ്. ഞാൻ തെരുവിന്റെ കലാകാരൻ, ചങ്കുകളുടെ കൂട്ടുകാരൻ, മലയാളം റാപ്പ് മിക്സ് ചെയ്തു പാട്ടുകാരൻ, സ്റ്റെപ്പടിക്കാൻ കൊച്ചിക്കാരൻ, ജന്തുക്കളുടെ വീട്ടുകാരൻ, ചില്ല പെൺകുട്ടികൾ കൊനാൻ ഭ്രമ നടക്കണ കൊല്ലക്കാരൻ. വാവ്, അച്ഛന്റെ കയ്യിലോ ചെരിപ്പ് ഹാരം. വാവ്, അമ്മയുടെ കയ്യിലോ വിലങ്കുകാരം. വാവ്, അന്നിന് തലയിലില്ല എന്താ കാരൻ, എന്റെ തലയിലുണ്ട് ഇന്ത്യക്കാരുടെ പ്രതീക്ഷ പാരൻ. അവിടെ പൈസ കിടിലായിരുന്നടാ, കിടിലോ. ഇതിലേതാ പേജ് പാടുന്നേ? അതായത് ഈ സ്പീക്കറിന് പേജോന്റെ സൗണ്ട് വരുന്നത്, ഇടുന്ന അതേ സൗണ്ടിന്റെ റെപ്ലിക്ക അടിക്കുന്നത്, ഡബിൾ സൗണ്ട് വരുന്നല്ലേ, സെയിം സാധനം അല്ലേ? കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. സ്റ്റേജ് ഷോ തൂക്കും ബ്രോ. 10th മെമ്പറായിട്ട് എടുത്താൽ ഇവരെ സ്റ്റേജിലെല്ലാം കയറി പൊളിക്കാം. ആ കാര്യം പറയല, ഇനോഗ്രേഷനെല്ലാം പോകുമ്പോ ഈ മരമണ്ഡലം നിന്നിട്ട് മറ്റേ എല്ലാ മട്ട നിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? മുന്നെന്താ പറയുന്നത്? കൊലയിടുന്നു. ഇവനാരടാ വന്നിട്ട് ഇവനാരടാ കോലീഡറാക്കിയത്? ഒരു കഴിവില്ലാത്ത ഇവനാരടാ? ലിസ്റ്റിലേറ്റാ പക്ഷെ എല്ലാം കണ്ണും പൂട്ടി അങ്ങ് എടുത്താലോ ഞാൻ ഇങ്ങനെ കാത്തു നിന്ന് എത്ര കാലം? ഒരു ഭീഷണിയല്ലേ? അല്ല ആലോചിച്ചിട്ട് എടുക്കാലോ. ആലോചിച്ചിട്ടാ. എനിവേസ് ഗൈസ്, അതാ പെട്ടെന്ന് ഇതാക്കണ്ടത്. ബാക്കി ആൾക്കാരും ഇല്ലേ? അല്ല എടാ, ഇവ പറഞ്ഞ കാര്യം സ്റ്റേജ് ഷോന്റെ കാര്യം വെച്ച് നോക്കുമ്പോ മോനെ അത് അല്ല, കാരണം അത്രയും ടാലന്റ് ഉള്ള ഒരാളാണ്. എടാ മുത്ത ചെക്കൻ ഒരു പാട്ടും കൂടി പാടണം. ഒരു മിനിറ്റാ. One more song. One more. Last song. ഇതാണോ? അതെന്താ കണക്ട് ആണല്ലോ. Come on, chat. എല്ലാരും W's. Big W's.
മൺ വെള്ളമായി എന്റെ വീർപ്പ് മൊത്തം ഒപ്പി കടന്നു കരഞ്ഞു തേങ്ങി അണപ്പിലൂടെ എന്റെ ശ്വാസനാളം ഗംഗ നദിയെ തോന്നി തെന്നി മാറി റൂൾസ് അന്ന് വിപുലമായി ഞാൻ ഓടി എന്റെ രീതിയില്ല പച്ച തേടി ചവിട്ടി കൊട്ട മാന്തി അയ്യോ ഇഷ്ടം നിനക്ക് ഉണ്ടോ നഷ്ടം ഞാൻ ഏറെ പറഞ്ഞില്ല നിന്റെ കാര്യം അതി കഷ്ടം നിക്കർ പോലെ ചൊല്ലി നിക്കറിയിട്ട വഴി നീ ഓടി അന്നു നീ ചെയ്ത പാപം ഇന്ന് കർമ്മ തരും ദ്രോഹം പല്ല പല്ല കൊതിയത് അറിവിലൂടെ എന്റെ നാമമാക്കി വിധി മാറ്റി എഴുതി എന്നിൽ കൊമ്പ് കുത്തി മുള്ള പൊട്ടി വന്നു നീള കഥകളേറെ എത്തി ചൊല്ലാൻ തെറ്റു മനസ്സിലാക്കൂ നന്മ പാദം കൈവരിക്കൂ കാത്തുവെച്ച പലതും വിലങ്ങിലിട്ട കാലം കയ്യിലുണ്ട പലതും നിനക്കു സ്ഥാനയോഗം കുതിച്ചു കേറും കേറ്റം മണക്കും തിരിയോ കാലം നുളഞ്ഞു കരങ്ങൾ പതിക്കും ശപിക്കപ്പെട്ട ലോകം നിരാശ കൊണ്ട് മൂട്ടും ചുറ്റും പാരദ്രോഹി ലക്ഷം കൂട്ടും സഭയിൽ ചവിട്ടി തേക്കും ക്രൂരൻ നാവ് കൊണ്ട് ചൊല്ലും തുളച്ചു കീറും നോട്ടം നീറും കുഞ്ഞു മനസ്സിൽ വിതുമ്പൽ കുത്തിവെച്ച താര് എല്ലാരും ഡബ്ല്യൂസ് ഇട്ട് കൂട്ടിക്കോ എല്ലാരും ബിഗ് ഡബ്ല്യൂസ് ഓൺലി ചാറ്റില് ബിഗ് ഡബ്ല്യൂസ് കാണാൻ പറ്റുക കിടന്ന് കരഞ്ഞ് കരങ്ങൾ പതിച്ച് നിരകൾ പതഞ്ഞ കാലം വലിച്ചു മുറുകി ശിരസ് നമിച്ച് കേദിക്കുന്ന നാടകം അടിച്ച് മെതിച്ച് ഉടച്ച് തുളച്ച് കാറ് തുപ്പും ജീവിതം ഓതി പഠിച്ച പാഠമെല്ലാം കൊഴിഞ്ഞ് വീടും നേരം കുതിരിൻ ചപ്പു ചവറുകൾക്കിടയിൽ നിന്ന് മോട്ടം ചവിട്ടു പടികൾ താണ്ടി എന്റെ ധീരവാക്യം കുറുക്ക് വിദ്യ തേടിയും എന്റെ മാനഹാരിയും നൃത്തരോഗ അന്ധശ്വാസമായിടും നീ നാളെയും തെറ്റി വരച്ച തലവര വിധിക്കപ്പെട്ട നിഴലിത കലഹം കൂട്ടി നിലച്ചതും കെണികൾ മൊത്തം തിരിഞ്ഞതും രഹിതർ പോലെ കുറിച്ചിടും തലവരയെ മുന്നിൽ മറഞ്ഞിടും സ്നേഹം മൊത്തം വെറുത്തിടും ഗ്രഹനിലയെ തമ്മിൽ കൊരുത്തിട്ടും ആയോ എനിവേസ് ആ എന്ത് ഏതുകൊണ്ട് പ്രൊപ്പോസ് ആക്കാൻ എടാ ഒന്ന് പോയടാ മുത്ത ഞാൻ എടാ നീ പോയടാ നീ ഒന്ന് വെച്ച് പാച്ചു എടി ഇത് എന്താന്നടാ ഇത് പ്രൊപ്പോസ് ആക്കാൻ ഇതെന്താ ഞാൻ എന്താ മറ്റേ ഫാസിൽ പാച്ച് മനസ്സിലായോ നമ്മളെ ഫാസിൽ പാച്ച് ഇല്ലേ ഫാസിൽ പാച്ച് കോഴിക്കോടില്ലേ ഇവര് ഫാസിൽ പാച്ചിന്റെ മെയിൻ പരിപാടി 2 ദിവസം കൂടുമ്പോ ഫാസിൽ പാച്ചിന്റെ ഓരോ കോള് വരും ഒരു പെണ്ണുണ്ട് ഇടാ ഓക്കെ നിന്നോട് സംസാരിക്കണം പോലും ഫോൺ കൊടുക്കും ഇപ്പൊ ഇതാ ഒരു പെണ്ണ് പ്രപ്പോസ് ചെയ്യണം പോലും ബീച്ചിലും ലുലുമാളിലും കറങ്ങി നടക്കില്ല അപ്പൊ ഏതെങ്കിലും പൊമ്പിളർക്കാണെങ്കിൽ ഞാൻ തുപ്പിന്റെ ഇതാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കും എന്നിട്ട് ഇവൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി എനിവേസ് ഗൈസ് 10th മെമ്പർ നടന്നിട്ടുണ്ട് മുത്തേ ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇതിന് 10th മെമ്പർ ആകാൻ എന്തായാലും ഷോർട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് എടാ ബ്ലൂ ഷർട്ടിനുള്ള എന്തിനാണ് ഷോർട്ട് ലിസ്റ്റിൽ ഓൻ എന്തെങ്കിലും കഴിവുണ്ടോ എടാ അതായത് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഒരു ബ്ലൂ ഷർട്ട് ഉണ്ട് ഓനെല്ലാം വെച്ച് നോക്കുമ്പോ ഇവൻ ഇപ്പം ഒന്നും നോക്കാണ്ട് കണ്ണും പോയിട്ട് 10th മെമ്പർ ആക്കാം ഡയറക്റ്റ് എടുക്കാം പിന്നെ ഓനെ വെച്ച് നോക്കുമ്പോ ഓനെ എന്തിനാ ആൾക്കാർ അല്ല എന്റെ കൺഫ്യൂഷൻ എന്താ പറയാ ഞാൻ ഇത് ആലോചിച്ചിട്ട് തന്നെ 10th മെമ്പറിനെ സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാൻ കാരണം എന്താ പറയുക കാരണം ബ്ലൂ ഷർട്ട് എന്ന് പറയുന്ന കഴിവില്ലാത്തവനെ വരെ ഇവര് 10th മെമ്പർ എന്ന് പറഞ്ഞിട്ട് സ്പാം ചെയ്തിന് അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഈ ചാറ്റ് പറയുന്നതിൽ കൺഫ്യൂഷൻ വരുന്നത് ഓനെ വരെ 10th മെമ്പർ ആക്കാന്ന് ഇവര് പറയുന്നത് അപ്പൊ ഇവര് പറയുന്നത് നോക്കിയിട്ട് എടുക്കണമെന്നുള്ളതാണ് 10th മെമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂബിൾ സംഭവം മനസ്സിലാവും അപ്പൊ എന്തായാലും ആലോചിച്ച് എന്താ ഓക്കെ ചെക്കന് കൊടുക്കാൻ ഗിഫ്റ്റ് ഒന്നുമില്ല ഗിഫ്റ്റ് അടിയിൽ ഒട്ട ഗിഫ്റ്റ് ഒന്നും പോരാ മര്യാദക്കുള്ള എന്തെങ്കിലും എടുത്ത മുട്ടായി ഒന്നും വേണ്ട മുട്ടായി ഒന്നുമില്ല നല്ല ഗിഫ്റ്റ് ഇല്ല പെർഫ്യൂമാ വേറെ ഗിഫ്റ്റ് ഇല്ല ഇതടിച്ചിട്ടോ ഇത് പോരാടാ വേറെ എന്തെങ്കിലും നല്ലതൊന്നും കൂടി വേണം എടാ എന്താ നല്ല ഗിഫ്റ്റ് ഇതേ ഉള്ളൂ മൊത്തേ ചോക്ലേറ്റ്സും പെർഫ്യൂമും ഹെഡ്സെറ്റും എല്ലാം ഉള്ളു ഇടാ എനിക്ക് നല്ല എന്തെങ്കിലും എടാ അപ്പം എടാ നിന്റെ നമ്പർ എന്തായാലും ഇവന്റെ കൊടുക്കുക എടാ ഗിഫ്റ്റ് ഇതേ ഉള്ളൂ വേറെ വിചാരിക്കണം താങ്ക് യു ഫോർ കമ്മിങ് ഇവന്റെ നമ്പർ കൊടുക്ക് നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഓഡീഷൻ എന്തായാലും ഉണ്ടാവും ഓക്കെ താങ്ക് യു അങ്ങനെ ഡ്രിൽ ചെയ്ത് വെച്ചു